നമസ്കാരം. കൈവെട്ട് കേസിലെ പ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത് അടിമുടി വ്യാജനായി. വിവാഹം കഴിച്ചതും വ്യാജ പേരിലാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് തീർത്ത സംരക്ഷണ വലയമാണ് സവാദിന് തുണയായതെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സവാദുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ വാദങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല. കൈവെട്ട് കേസിലെ പ്രതിയാണെന്ന് അറിയാതെയാണ് താൻ മകളെ വിവാഹം കഴിച്ച് നൽകിയതെന്നാണ് ഭാര്യാപിതാവ് പറയുന്നത്. കാസർഗോഡുള്ള ഉള്ളാൽ ദർഗയിൽ വെച്ചാണ് സവാദിനെ കണ്ടുമുട്ടിയത് എന്നാണ് ഭാര്യാപിതാവ് പറഞ്ഞത്. ഷാനവാസ് എന്ന പേരിലാണ് പരിചയം. അവിടെ വെച്ച് നല്ല പയ്യനാണല്ലോ എന്ന് കരുതിയാണ് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ സ്വദേശിയാണെന്നാണ് തന്നോട് പറഞ്ഞത്. ബന്ധുക്കളെക്കുറിച്ചൊന്നും അന്ന് അന്വേഷിച്ചിട്ടില്ല. കൈവെട്ട് കേസ് പ്രതിയാണെന്ന് അറിഞ്ഞില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. കുന്നത്തൂരുള്ള 1000 ജുമാ മസ്ജിദിലാണ് വിവാഹം. മഹല്ല് കമ്മിറ്റികളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും അന്ന് ചോദിച്ചില്ല. 2016 ഫെബ്രുവരിയിലാണ് കല്യാണം നടന്നത്. മഞ്ചേശ്വരം സ്വദേശികളാണ് ഭാര്യ കുടുംബം. സവാദ് അടിമുടി വ്യാജനായിട്ടായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്. ഒളിവിൽ കഴിയുന്നതിനിടയിലായിരുന്നു കാസർഗോഡ് നിന്ന് വിവാഹം കഴിച്ചത്. അതേസമയം സവാദ് പിടിയിലായതിന് പിന്നാലെ ചടുല നീക്കങ്ങളുമായിട്ടാണ് NIA മുന്നോട്ട് പോകുന്നത്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് NIA ഒരുങ്ങുന്നത്. ഇതിനായി NIA നീക്കങ്ങൾ തുടങ്ങി. തിരിച്ചറിയൽ പരേഡ് നടത്താനായി മജിസ്ട്രേറ്റ് കോടതിയിലും NIA സംഘം ഉടൻ അപേക്ഷ നൽകും. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കി സവാദിനെ വേഗത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. തുടരന്വേഷണത്തിനായി സവാദിനെ ഒളിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത നിരവധി പ്രതികൾ പിടിയിലാകുമെന്നാണ് വിവരങ്ങൾ. നിലവിൽ ജനുവരി 24 വരെ സവാദ് റിമാൻഡിലാണ്. പ്രതി ഇപ്പോൾ തടവിൽ കഴിയുന്നത് എറണാകുളം സബ് ജയിലിലാണ്. പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 2 മൊബൈൽ ഫോണുകളിൽ വിശദമായ ഫോറൻസിക് പരിശോധന നടത്താനുള്ള ഒരുക്കങ്ങളും NIA ആരംഭിച്ചു. സവാദിനെ ചോദ്യം ചെയ്ത കേസിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനാണ് NIA ലക്ഷ്യമെടുത്തത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് 13 വർഷം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് NIA റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. നിരവധി നാളുകളായി സവാദ് അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ NIA സംഘം വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. 13 വർഷവും കണ്ണൂരിലും കാസർഗോഡും മാറി മാറി താമസിക്കുകയായിരുന്നു ഇയാളെന്നാണ് പുറത്തുവരുന്ന വിവരം. 1.5 വർഷം മുമ്പാണ് ബേരത്തെത്തിയത്. ഇവിടെ ഭാര്യയ്ക്കും 2 മക്കൾക്കും ഒപ്പമായിരുന്നു താമസം. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മരപ്പണി പഠിച്ചെടുക്കുകയും തുടർന്ന് മരപ്പണി ജോലി ചെയ്ത് കഴിഞ്ഞു വരികയുമായിരുന്നു സവാദ്. അയൽക്കാരുമായി വലിയ അടുപ്പം പ്രതി പുലർത്തിയിരുന്നില്ല എന്നും അന്വേഷണ സംഘം സൂചന തരുന്നുണ്ട്. അതേസമയം പ്രതി ജോലിക്ക് പോകുന്നതും വരുന്നതും ഓട്ടോറിക്ഷയിലായിരുന്നു എന്നും ഇത് പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ സഹായത്തോടെ ഇടപാടാക്കിയതായിരിക്കാം എന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട്. കണ്ണൂരിലും കാസർഗോഡും നിരവധി സ്ഥലങ്ങളിൽ പ്രതി താമസിച്ചിരുന്നു. 2011 മാർച്ചിലാണ് കേസ് NIA ഏറ്റെടുത്തത്. അതിനുശേഷം മുഖ്യപ്രതിയായ സവാദിനെ കണ്ടെത്തുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം NIA വിപുലീകരിച്ചിരുന്നു. മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് അറിയപ്പെട്ടിരുന്നതെങ്കിലും 9 മാസം മുമ്പ് ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരാണ് ചേർത്തിരുന്നത്. ആധാർ കാർഡ്, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയിലും സവാദ് എന്നാണ് ചേർത്തിരുന്നത്. ഇവ വീട്ടിൽ നിന്നും NIA സംഘം പിടിച്ചെടുത്തു. സവാദ് 7-8 മാസം മുമ്പ് തൊഴിൽ തേടി കണ്ണൂരിലെത്തിയതായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിവരം കിട്ടിയിരുന്നു. മുമ്പ് NIAയിൽ ജോലി ചെയ്തിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കണ്ണൂരിൽ നിരീക്ഷണം ശക്തമാക്കി. ഇതാണ് നിർണായകമായത്.